മാസപ്പടി അവയവ കച്ചവട കേസുകളിൽ ഉൾപ്പെട്ടവരുടെ ബിനാമി ഇടപാടുകളും പരിശോധിക്കാനൊരുങ്ങി ഇ.ഡി. കേസുകളിൽ അന്വേഷണ പുരോഗതി തൃപ്തികരമെന്ന് വിലയിരുത്തി ഉന്നത ഉദ്യോഗസ്ഥർ. ഇ.ഡി. കൊച്ചി സോണൽ അവലോകന യോഗം ഇന്നും തുടരും. ഇ.ഡി. പ്രോസിക്യൂട്ടർമാരുടെ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി എറണാകുളത്ത് നിന്നും രേഷ്മയുണ്ട്. രേഷ്മ, എന്തായാലും അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട 2 കേസുകളാണ്. അതിൽ ഈ അവയവ കച്ചവട ആയാലും മാസപ്പടി കേസായാലും ഒക്കെ കൃത്യമായി മുന്നോട്ട് പോകുന്നു. ഈ ബെനാമി ഇടപാടുകളിലേക്ക് അന്വേഷണം പോകുമ്പോൾ അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് ഏത് തരത്തിലുള്ള കണ്ടെത്തലുകളായിരിക്കും? രേഷ്മ. ഇന്നും അവലോകന യോഗം തുടരും. ഇന്നലെ ആരംഭിച്ച അവലോകന യോഗത്തിൽ മാസപ്പടി കേസ്, അതോടൊപ്പം തന്നെ അവയവക്കടത്ത് കേസ്, ഈ 2 കേസുകളിലെയും പുരോഗതി എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തിയിരുന്നു. നിലവിൽ തൃപ്തികരമെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. മാസപ്പടി കേസിലും അതോടൊപ്പം തന്നെ അവയവക്കടത്ത് കേസിലും ഉൾപ്പെട്ടവരുടെ ബിനാമി ഇടപാടുകൾ കൂടി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ഇ.ഡി. അന്വേഷണ സംഘം. അതോടൊപ്പം തന്നെ മാസപ്പടി കേസിൽ ടി വീണയുടെ കൂടുതൽ സ്വത്തുക്കൾ കൂടി കണ്ടുകെട്ടാനായിട്ടുള്ള തീരുമാനത്തിലേക്കും ഇ.ഡി. കടക്കും. നിലവിൽ അന്വേഷണം തുടരുന്ന കേസുകളിലെ അന്വേഷണം ഏത് വിധത്തിലാണ്, ഇനി എത്രത്തോളം തെളിവുകൾ ശേഖരിക്കാനുണ്ട്, ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ നടപടികൾ എങ്ങനെയാണ്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവലോകന യോഗം നടക്കുന്നത്. ഇതിൽ പ്രോസിക്യൂട്ടർമാരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇ.ഡിയുടെ ദക്ഷിണ മേഖലാ മേധാവിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും മാസപ്പടി കേസിലും അതോടൊപ്പം തന്നെ അവയവക്കടത്ത് കേസിലും ഇനിയുള്ള തുടർ അന്വേഷണം ഇ.ഡി. നടത്തുക. മാത്രമല്ല, നിലവിലെ ഈ ഒരു കുറ്റപത്രം സമർപ്പിക്കേണ്ട ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന കേസുകൾ ഏത് വിധത്തിലാണ്, അതോടൊപ്പം തന്നെ അതിന്റെ പ്രോസിക്യൂഷൻ നടപടികളിൽ എന്ത് രീതിയിലുള്ള നിലപാട് സ്വീകരിക്കണം, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും പ്രോസിക്യൂട്ടർമാരുടെ യോഗത്തിൽ നിലപാടായിട്ട് എടുക്കുക. അതിനുശേഷം കൃത്യമായിട്ട് ആ കേസുകളിൽ ഇന്നത്തെ യോഗത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അവലംബിക്കുകയും ചെയ്യും. 3 മാസത്തിലൊരിക്കലാണ് ഇ.ഡി. അവലോകന യോഗം ചേരുന്നത്, സോണൽ അവലോകന യോഗം ചേരുന്നത്. അതിൽ പ്രധാനമായിട്ടും സുപ്രധാന കേസുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലായിരിക്കും വ്യക്തതയുണ്ടാകുക. പ്രത്യേകിച്ച് മാസപ്പടി കേസ്, അവയവക്കടത്ത് കേസ്, അതൊക്കെ എന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഉന്നതർ ഉൾപ്പെട്ട കേസുകളാണ്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇ.ഡിയുടെ അന്വേഷണം നീങ്ങുന്നത്. അതിനിടയിൽ തന്നെയാണ് ഈ ബിനാമി ഇടപാടുകൾ, അതായത് പലപ്പോഴും ഈ മാസപ്പടി കേസിലൊക്കെ തന്നെ സമ്പാദിച്ചിട്ടുള്ള തുക അല്ലെങ്കിൽ പണം അത് ബിനാമി പ്രോപ്പർട്ടികളായിട്ട് വാങ്ങിയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇ.ഡി. അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ആ ബിനാമി ഇടപാടുകൾ ഏത് വിധത്തിലാണ് ചെയ്തിട്ടുള്ളത്, ആരൊക്കെയാണ് ബിനാമികളായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നത്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. അതിനനുസൃതമായിട്ടാണ് ഇ.ഡിയുടെ അന്വേഷണം ഇനി മുന്നോട്ട് പോകുക. ഓക്കെ, രേഷ്മയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസ്, അതോടൊപ്പം തന്നെ അവയവ കച്ചവട കേസ്, ഇതിലെല്ലാം ബെനാമി ഇടപാടുകളടക്കം പരിശോധിക്കാൻ ഇ.ഡി. ഒരുങ്ങുന്നു എന്നുള്ളതാണ് രേഷ്മ റിപ്പോർട്ട് ചെയ്യുന്നത്.